അസ്സലാമു ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു വേദിയിലിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സീക്കിംഗ് ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദാഫയുടെ മഹത്തായ വേദിയിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ ലഭിച്ചിട്ടുള്ള വിഷയം ഫാസിസ്റ്റ് കാലത്ത് വായിക്കേണ്ട ഇന്ത്യൻ ചരിത്രം എന്ന കാലിക പ്രസിദ്ധമായ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഫാസിസം അതിൻ്റെ ഏറ്റവും വലിയ തീവ്രമുഖം അണിഞ്ഞു നിൽക്കുന്ന ഈ സമകാലിക സാഹചര്യത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പുനർവായനകൾ അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ മഹത്തായ ചരിത്ര പാരമ്പര്യത്തിൽ ത്യാഗത്തിൻ്റെയും സ്വദേശ സ്നേഹത്തിൻ്റെയും ഒരുപാട് പോരാട്ട കഥകൾ നമുക്ക് പറയാനുണ്ട്. എന്താണ് ഫാസിസം? പ്രത്യേകമായ ഒരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയോ പൗരന്മാരുടെ മേലുള്ള അമിതമായ അധികാര പ്രയോഗമാണ് ഫാസിസം. ഒരുപാട് ജനാധിപത്യ രാജ്യങ്ങൾ പോലും പിന്നീട് ഏകാധിപത്യത്തിലേക്ക് അഥവാ ഫാസിസത്തിലേക്ക് കൂറുമാറുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ഫാസിസ്റ്റ് ശക്തികളുടെയും പൊതുവായ സ്വഭാവം അവർക്ക് ശത്രുക്കളെ ആവശ്യമുണ്ട് എന്നതാണ്. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തെ അവർ അപരവൽക്കരിക്കുകയും അവരെ അന്യരായി കാണുകയും അവർ സാമൂഹികവും രാഷ്ട്രീയമായ മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടവരാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു. അത് ഹിറ്റ്ലറുടെ കാലത്ത് നാം ഇറ്റലിയിലും മുസോളിനിയുടെ കാലത്ത് നാം ജർമ്മനിയിലും കണ്ടതാണ്. ഇന്ന് അതേ ഒരു സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതും. ഭരണാക്ഷികളായ ഹിന്ദുത്വ തീവ്രവാദികൾ അവരുടെ ആശയങ്ങൾ രൂപപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും വേണ്ടി മുസ്ലിങ്ങൾ ശത്രുവായി കണ്ടുകൊണ്ട് നിരന്തരം വേട്ടയാടുകയാണ്. ഇന്ന് ഇന്ത്യ ചരിത്രത്തിൽ മുഖ്യ പങ്കും വഹിച്ച മുസ്ലിം രാജാക്കന്മാരെയും അവരുടെ ചരിത്രങ്ങളെയും ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് അവർ. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ചരിത്രത്തിലെ യഥാർത്ഥ വായന ഇവിടെ പ്രസക്തമാവുന്നത്. ഇന്ത്യയിൽ 1193 മുതൽ 1857 വരെ തുടർച്ചയായി 7 നൂറ്റാണ്ടോളം ഭരണം നടത്തിയ മുസ്ലിം രാജാക്കന്മാരെ ഏകാധിപതികളായി മോശക്കാരെ ചുമത്തി. എന്നാൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ 190 വർഷം മാത്രം ഭരണം നടത്തിയ ബ്രിട്ടീഷുകാരെ എന്തുകൊണ്ടാണ് 2 നൂറ്റാണ്ട് തുകയും മുമ്പ് തന്നെ അവർക്കെതിരെ വിമർശനം ഉയർന്നു വന്നത്? ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുമായി ഇന്ത്യയിൽ വന്ന് അവർ നടത്തിയത് കച്ചവടവും കോളനിവൽക്കരണവും മാത്രമല്ല, മറിച്ച് $4 ട്രില്യൺ ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത്. ഇതൊന്നും തുറന്നു പറയാൻ ആരെയും കാണില്ല. മറിച്ച് ചരിത്രത്തിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അവർ വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ത്യയിൽ 1528 പണിയച്ച ബാബരി മസ്ജിദ് പിന്നീട് 325 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഒരു വിമർശനം ഉയർന്നു വന്നത്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അതുണ്ടാക്കിയ സാഹചര്യത്തിലോ അല്ലെങ്കിൽ അതിനോടടുത്തൊരു നൂറ്റാണ്ടിലോ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല എന്നത്. 49 വർഷക്കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ ഔറംഗസീബിനെ ഒരു മതഭ്രാന്തനായും ക്രൂരനായും ചുമത്തി. എന്നാൽ ഖജനാവിലെ നികുതി പണത്തിൽ നിന്നും കൈയിട്ട് വാരാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഖുർആൻ പകർത്തി എഴുതിയും അതിൽ നിന്ന് ലഭിച്ച പണം തന്റെ മരണാനന്തര ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത ഒരു അധികാരിയെ ഇന്ന് നമ്മുടെ ഇന്ത്യ സാഹചര്യം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. അദ്ദേഹവും അദ്ദേഹത്തെ പോലത്തെ മറ്റു മുഗൾ രാജാക്കന്മാരും ഇന്ന് ഇത്രയേറെ വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവർ മുസ്ലിങ്ങളായി അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായി എന്നുകൊണ്ട് മാത്രമായിരിക്കും. അവരുടെ ആ സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലുകളായിട്ടാണ് ചാർമിനാറും കുത്തബ് മിനാറും താജ്മഹൽ ചെങ്കോട്ടയും എല്ലാം ഇന്ന് ഇന്ത്യയിൽ ഒരു പൈതൃകങ്ങളായി നിലനിൽക്കുന്നത്. അവരുടെ ആ ഭരണകാലം അവസാനിച്ചിട്ട് ഇന്ന് 3 നൂറ്റാണ്ട് തികഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ടും അവരുടെ ആ പൈതൃകങ്ങളെ വെല്ലുന്ന ഒന്നും തന്നെ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇനി നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുകയാണെങ്കിലും അവിടെ നമുക്ക് ഒരുപാട് മുസ്ലിം ധൈര്യസേനാനികളെ നമുക്ക് കാണാൻ കഴിയും. ഭാര്യ മുഹമ്മദ് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നിരന്തരം ബ്രിട്ടീഷുകാരെ ഉറക്കം കെടുത്തുന്നതായിരുന്നു. വെറും ഭാര്യ മുഹമ്മദ് കുഞ്ഞഹമ്മദ് ഹാജി മാത്രമല്ല, ഉമർ ഖാലിയും മമ്പുറത്തങ്ങളും കുഞ്ഞാലി മരക്കാരും മൗലാന ഷൗക്കത്ത് അലി മുഹമ്മദ് അലി തുടങ്ങി ആയിരക്കണക്കിന് ധീരസേനാനികളാണ് രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ നിസ്തൂർഗമായി ഏറെ പങ്കുവഹിച്ചവർ ഇന്ന് അവരുടെ നാമങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് തിരുത്തപ്പെടുമ്പോൾ യഥാർത്ഥ ചരിത്രം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇന്ന് ഇത്രയേറെ ചരിത്രത്തെ വളച്ചൊടിക്കാനും മാറ്റാനുള്ള കാരണം അവർ മുസ്ലിങ്ങളായിരുന്നതുകൊണ്ട് മാത്രമാണ്. ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികളുടെ ഇരകളുടെ കേന്ദ്ര ബിന്ദുവായി അവർ കണക്കാക്കുന്നത് മുസ്ലിങ്ങളെയാണ്. ഫാസിസത്തിന് മറുപടി ഫാസിസമല്ല, മറിച്ച് ജനാധിപത്യമാണ്. ജനാധിപത്യം നിരന്തരം സംസാരിക്കുക എന്നതുകൊണ്ടാണ്. ആ ജനാധിപത്യത്തിൽ ഊന്നിയ വായന അല്ലെങ്കിൽ സംസാരം തമ്മിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.